ശരീരത്തിൽ കാൽഷ്യം ക്രമാതീതമായി കുറയുന്ന അവസ്ഥയാണ് കാൽഷ്യം ഡെഫിഷ്യൻസി അഥവാ ഹൈപ്പോകാൽസീമിയ. അസ്ഥിയുടെയും പല്ലുകളുടെയും മാത്രമല്ല പേശികളുടെയും ഹൃദയത്തിന്റെയും മാനസിക ആരോഗ്യത്തിനും കാൽഷ്യം ഒരു മുഖ്യ പങ്ക് വഹിക്കുന്നു. ആർക്കൊക്കെ കാൽഷ്യം കുറയാം? പോഷകാഹാരക്കുറവ്, ശരീരത്തിൽ കാൽഷ്യം ശരിയായി ആഗിരണം ചെയ്യായിക, വൈറ്റമിൻ D3 കുറവ്, ഗർഭിണികൾ, മുലയൂട്ടുന്നവർ, പ്രായമായവർ, ആർത്തവ വിരാമമായ സ്ത്രീകൾ, പാരാതൈറോയ്ഡ് ഗ്രന്ഥിയുടെയും ഹോർമോണുകളുടെ അസന്തുലിതാവസ്ഥ എന്നിവ കാൽഷ്യം കുറയുന്നതിന് കാരണമാകാം. കാൽഷ്യം കുറയുന്നത് കൊണ്ടുണ്ടാകുന്ന ലക്ഷണങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കാം. അകാരണമായ സന്ധിവേദന, ക്ഷീണം, മുടികൊഴിച്ചിൽ, മസിൽ കോച്ചി പിടിക്കുക, പല്ലുകളിൽ കാണുന്ന വെളുത്ത പാടുകൾ എന്നിവയിൽ തുടങ്ങി ഹൃദയതാളത്തിലെ തകരാറുകൾ, ഓർമ്മക്കുറവ്, അപസ്മാരം എന്നിവ വരെ ഉണ്ടാകാം. രക്തപരിശോധനയിലൂടെ രക്തത്തിലെ കാൽഷ്യത്തിന്റെയും വൈറ്റമിൻ ഡിയുടെയും അളവ് നോക്കിയാണ് രോഗനിർണയവും ചികിത്സയും തീരുമാനിക്കുന്നത്. ആയുർവേദ ചികിത്സാ മാർഗങ്ങളെക്കുറിച്ച് പറയുകയാണെങ്കിൽ ആഹാരത്തിലും ജീവിതശൈലിയിലുമുള്ള മാറ്റങ്ങളോടൊപ്പം അശ്വഗന്ധ, ശതാവരി, ത്രിഫല തുടങ്ങിയ മരുന്നുകളും അർജുന പാൽക്കഷായം, മാംസരസം, ചില കാൽഷ്യം സപ്ലിമെന്റ് ചെയ്യാൻ കഴിയുന്ന രസൌഷധികളും ആയുർവേദത്തിൽ ലഭ്യമാണ്. ദഹനവും ആഗിരണവും കൃത്യമാക്കാൻ വസ്തി തുടങ്ങിയ പഞ്ചകർമ്മങ്ങളും സഹായിക്കും. ഒരു അംഗീകൃത ആയുർവേദ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രം ഇവ ഉപയോഗിക്കുക. ചികിത്സയേക്കാൾ പ്രധാനമാണ് പ്രതിരോധം. സമീകൃത ആഹാരം ശീലമാക്കുക. പാലുൽപ്പന്നങ്ങൾ, ഇലക്കറികൾ, മുട്ട, ചെറുമത്സ്യങ്ങൾ, എള്ള് എന്നിവ ആഹാരത്തിന്റെ ഭാഗമാക്കുക. ഇതോടൊപ്പം സൂര്യപ്രകാശം ഏറ്റുകൊണ്ട് ചെയ്യുന്ന ചെറു വ്യായാമങ്ങൾ ശീലമാക്കുന്നതിലൂടെ വൈറ്റമിൻ ഡിയുടെ ലഭ്യതയും ഉറപ്പാക്കാം.